നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ആദ്യ കോളപ്പ് ലഭിച്ച ഒരാളുണ്ട്, ലൂസിയാനോ ജൂബ. ആരാണ് ഈ ലൂസിയാനോ ജൂബ എന്ന ആരാധകർ ആകാംക്ഷയോടുകൂടി സെർച്ച് ചെയ്യുന്നൊരു സമയമാണ്. ലൂസിയാനോ ജൂബയെക്കുറിച്ച് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയും ചെയ്തു, എന്തുകൊണ്ട് ടീമിലേക്ക് എടുത്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോളപ്പൊക്കെ നടക്കുന്നത്? വേൾഡ് കപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ആഞ്ചലോട്ടി പറയുന്നത് കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുത്ത് അവരെ അസസ് ചെയ്യുകയാണ് താൻ ചെയ്യുന്നത് എന്നാണ്. ലൂസിയാനോ ജൂബക്ക് 26 വയസ്സാണ് പ്രായം. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? വളരെ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ലൂസിയാനോ ജൂബയും കുടുംബവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ. കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വിളിക്കുമ്പോൾ ഇവരൊക്കെ വളരെ ആവേശത്തിലേക്ക് മാറുന്ന മനോഹരമായിട്ടുള്ളൊരു വീഡിയോ കണ്ടു. കാരണം ബ്രസീൽ പോലുള്ളൊരു ടീമിൻ്റെ ദേശീയ ടീമിലേക്കാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ബാഹിയയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂസിയാനോ ജൂബ. 2023 മുതൽ അവിടെയാണ് കളിക്കുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന താരമാണ്. വിങ്ങറായിട്ടും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. എന്തുകൊണ്ട് താരത്തെ ടീമിലേക്ക് എടുത്തു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഇന്നലെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്, അവൻ വളരെ ഇമ്പോർട്ടൻ്റ് ടെക്നിക്കൽ പ്രൊഫൈലുള്ളൊരു കളിക്കാരനാണ്. വളരെ മികച്ച രൂപത്തിൽ അവിടെ ബാഹിയയുടെ മത്സരങ്ങളിൽ അവൻ അസിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ സെൻട്രലിലെയും കളിക്കാം, എന്നാൽ ലെഫ്റ്റ് ബാക്കായിട്ടാണ് അവൻ പ്രധാനമായിട്ടും കളിക്കുന്നത്. ബാഹിയയ്ക്ക് വേണ്ടി അവൻ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇവാലുവേഷൻസ് അനുസരിച്ച് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് അവനെപ്പോലൊരു കളിക്കാരനെ ഉപയോഗപ്പെടുത്താമെന്ന്. ഇപ്പോൾ ഡഗ്ലസ് സാൻറ്റോസ്, കായോ ഹെൻറിക്ക് എന്നിവരൊക്കെ അവൈലബിൾ ആണ്. സോ ഇവൻ്റെ കാര്യത്തിലും ഒരു അസസ്മെൻറ്റ് നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ആഞ്ചലോട്ടിയെ ഇംപ്രസ് ചെയ്തത് അവൻ്റെ ഈ ഒരു സീസണിലെ പ്രകടനമാണ്. 2025 ബ്രസീൽ യൂറോ സീരിയയിൽ അവൻ്റെ പ്രകടനം ബാഹിയയ്ക്ക് വേണ്ടി 28 കളികളിൽ നിന്ന് 5 ഗോളുകളും 4 അസിസ്റ്റുമുണ്ട്. ഒരു വിങ് ബാക്കിനെ സംബന്ധിച്ചിടത്തോളം 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലാത്തൊരു കണക്കാണ്. പിന്നെ 7 ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 37 കീ പാസുകൾ കൊടുത്തിട്ടുണ്ട്. 32% അവൻ്റെ ക്രോസിംഗ് ആക്യുറസി. 91 ഡ്യുവൽസ് അവൻ വിൻ ചെയ്തിട്ടുണ്ട്. 165 ഡിഫൻസീവ് ആക്ഷൻസ് അവൻ നടത്തിയിട്ടുണ്ട്. സോ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് അവൻ്റെ ഡിഫൻസിലും അതുപോലെ അറ്റാക്കിങ്ങിലും ഒരുപോലെ ഇൻവോൾവ് ആവാനുള്ള കഴിവ് കൊണ്ട് തന്നെയാണ്. സോ ആഞ്ചലോട്ടി അവനെ കൂടി പരീക്ഷിക്കുന്നു വേൾഡ് കപ്പിന് മുമ്പായിട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.